ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അറബിക്കടൽ. വിശാലമായ അറബിക്കടൽ ചാവക്കാടിൻ്റെ ബ്ലാങ്ങാട് തീരം മുതൽ മുനയ്ക്കക്കടവ് വരെ തെക്കോട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അഞ്ചങ്ങാടി എന്ന സ്ഥലത്താണ്. അഞ്ചങ്ങാടിയിൽ ഇതാ കടൽ കുറച്ച് പ്രക്ഷുബ്ധമാണെന്ന്. കാറ്റുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, കടലിൽ ശക്തിയുള്ള തിരമാലകളുണ്ട്. മഴക്കാലത്തിൻ്റെ മൺസൂണിൻ്റെ ആരംഭത്തെ കുറിക്കുന്ന കടലേറ്റം ചെറുതായിട്ടുണ്ടായ ദിവസമാണിന്ന്. ഗുരുവായൂരെത്തുന്ന ഭക്തർ സാധാരണയായിട്ട് കടൽ കാണാൻ വരുന്നത് ബ്ലാങ്ങാട് കടൽ തീരത്താണ്. ഇത് അതിനും ഒരു 5 കിലോമീറ്റർ തെക്ക് ഭാഗത്തായിട്ട് അഞ്ചങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ബ്ലാങ്ങാട്ടേക്ക് സ്ട്രെയിറ്റ് റോഡാണ്, നല്ല ഡ്രൈവാണ്. കടലിനും ഗുരുവായൂരിനും തമ്മിൽ പണ്ടേ ഒരു ബന്ധമുണ്ടല്ലോ. ഗുരുവായൂരപ്പൻ എത്തിയത് ഗുജറാത്തിലെ ദ്വാരക എന്ന കടൽ തീരത്ത് നിന്നാണ്. ദ്വാരക പട്ടണം കടലെടുത്ത് പോയപ്പോൾ ജലാശയത്തിന് മുകളിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കാണുകയും അത് ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിലെത്തിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണല്ലോ ഐതിഹ്യം. അപ്പോൾ കടൽ വഴിയാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരിലെത്തിയത്. അത് മാത്രമല്ല, കടൽ വഴി മറ്റു മതങ്ങളും ഈ നാട്ടിലേക്കെത്തി. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയുമെല്ലാം കേരളത്തിലെത്തിയത് കടൽ വഴിയാണ്. നമുക്കറിയാം, തോമാസ് ശ്ലീഹ കേരളത്തിലെത്തിയ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു 2 കിലോമീറ്റർ അടുത്ത് പാലയൂർ എന്ന സ്ഥലത്താണ്. പാലയൂരാണ് ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇസ്ലാമും കേരളത്തിലേക്ക് എത്തുന്നത് കടൽ വഴിയാണ്. വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസുകാരനിൽ തുടങ്ങി ഡച്ചുകാർ, ഗ്രീസുകാർ, അറബികൾ എന്നു വേണ്ട ഒട്ടേറെ വിദേശികൾ ഇവിടേക്ക് എത്തിയത് കടൽ തീരം വഴിയാണ്. കടൽ നമ്മുടെ ഇടയിലേക്ക് ഒട്ടേറെ സംസ്കാരങ്ങൾ കൊണ്ടുവന്നു. അവർക്കെല്ലാം ആവശ്യമായിരുന്നത് കേരളത്തിൻ്റെ ഏറ്റവും മികച്ച കുരുമുളകും ഏലവും ചുക്കും ഇഞ്ചിയുമെല്ലാമായിരുന്നു. നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ എന്നറിയപ്പെടുന്ന വസ്തുക്കളായിരുന്നു അവർക്ക് ആവശ്യം. ആ കച്ചവടത്തിനായിട്ട് അവർ കേരളത്തിലേക്ക് എത്തി. കേരളത്തിലെത്താത്ത വിദേശ രാജ്യങ്ങൾ വളരെ കുറവാണ്. എല്ലാ സംസ്കാരങ്ങളും കടന്നു വന്നത് ഈ കടൽ തീരത്തോടു കൂടിയാണ്. ഈ കടലിൻ്റെ തീരത്ത് കടലിനും റോഡിനുമിടയിൽ ഒട്ടേറെ ആളുകൾ താമസിക്കുന്നു. കടലിനോട് മല്ലടിച്ച്, കടലിനോട് പോരാടി, കടലിനോട് സൗഹൃദപ്പെട്ട് അങ്ങനെ പലതരത്തിലവർ ജീവിക്കുകയാണ്. ഓരോ കാറ്റടിക്കുമ്പോഴും അവരുടെയൊക്കെ നെഞ്ചിൽ വല്ലാത്തൊരു പിടയലുണ്ടാകും. ഈ കാലവർഷവും അപകടങ്ങൾ രഹിതമായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞുകൂടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കടൽ അഗാധതയുടെ കടലാണ്, ഒട്ടേറെ ചരിത്രങ്ങളുടെ കടലാണ്, ഒട്ടേറെ സംസ്കാരങ്ങൾ കടന്നു വന്ന കടലാണ്. നമുക്ക് വിശാലമായ കടൽ തീരമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് ഈ വിശാലമായ കടൽ കാണാൻ ഈ വഴിക്കൊരു ഡ്രൈവ് നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. ബ്ലാങ്ങാട് കടൽ തീരത്ത് നിന്ന് അഞ്ചങ്ങാടി വഴി ചേറ്റുവയിൽ എത്തിച്ചേരുന്ന റോഡ് കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ മുനയ്ക്കക്കടവിലും എത്തി നമുക്ക് മനോഹരമായ തീരത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കടൽ കാണാൻ ഒട്ടും മടിക്കേണ്ടതില്ല. ചാവക്കാട് 5 കിലോമീറ്റർ മാത്രം അകലെയാണ്. കൃഷ്ണാർപ്പണം.